കഴിഞ്ഞ ദിവസം ഒരാൾ എങ്ങനെയാണ് ക്രോസ് പീസ് വെട്ടുന്ന ഒരു സംശയം ചോദിച്ചായിരുന്നേ. അതിന് നമുക്കൊരു സമചതുരത്തിലൊരു കോട്ടൺ തുണി എടുക്കണേ. കോട്ടൺ തുണി എടുത്തിട്ട് നമ്മളൊരു സ്കെയിൽ വെച്ച് നമുക്ക് ആ സ്കെയിലിൻ്റെ വലുപ്പത്തിൽ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഓരോ അറ്റവും നമ്മളത് മടക്കി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കെയിലിങ് വലിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത വശം കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമുക്ക് നല്ല കൃത്യമായിട്ടുള്ള ക്രോസ് കിട്ടുകയും ചെയ്യും. എല്ലാ പീസിനും ഒരേ വലിപ്പമായിരിക്കും. ഇങ്ങനെ ക്രോസ് പീസ് നമ്മൾ വെട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമുക്കത് ജോയിൻ കൂട്ടിച്ചേർത്ത് നമ്മൾ തയ്ക്കുമ്പോൾ ശരിക്കും നമ്മളത് ക്രോസ് പീസ് വെട്ടിയെടുത്തിട്ടൊന്ന് വലിച്ചു നോക്കിക്കുക. അപ്പം നമുക്കറിയാൻ പറ്റും കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ നമുക്കത് കഴുത്തിൽ പിടിപ്പിക്കുമ്പം നമുക്ക് മടക്കിയെടുക്കാനായിട്ട് പറ്റും. ക്രോസ് പീസ് വെട്ടാൻ ഏറ്റവും നല്ല രീതി ഇതാണ്. അത് ഇപ്പം നിങ്ങൾ 1 ഇഞ്ചാണാലോ 1.5 ഇഞ്ചാണ് എത്ര നിങ്ങൾ എടുക്കുന്ന വീതി എങ്കിൽ ആ വീതിയിൽ തന്നെ സാധാരണ ഒരു സ്കെയിലിൻ്റെ വീതി മതി നമുക്ക്. അപ്പോൾ ആ സ്കെയിലിൻ്റെ വീതിയിൽ നമ്മൾ ആ തുണിയെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് വഴി നമ്മളിങ്ങ് വെട്ടിയെടുത്താൽ മതി. നമുക്ക് ശരിക്കും നല്ല ക്രോസ് പീസ് കിട്ടും. അതിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും എൻ്റെയൊക്കെ നമ്മൾ കളഞ്ഞേക്കണം. അത് ഷേപ്പുള്ളതല്ല. ബാക്കിയെല്ലാം നമുക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്ന ക്രോസ് പീസാണ്. ഇത് ഒരു ബുദ്ധിമുട്ടുമില്ല, എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ക്രോസ് പീസ് വെട്ടാനായിട്ട് ബുദ്ധിമുട്ടേണ്ട ഒന്നും വേണ്ട, അതിന് സമയവും കളയണ്ട. ഇങ്ങനെയൊന്നും നമ്മളൊരു സമയതരം തുണി എടുത്തൊരു സ്കെയിൽ വെച്ച് അളന്ന് നമ്മളത് മാർക്ക് ചെയ്താൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് നല്ല ക്രോസ് പീസ് വെട്ടിയെടുക്കാൻ പറ്റും. 1-2 പേര് ക്രോസ് പീസ് വെട്ടുന്നത് എങ്ങനെയാണെന്ന് എന്നോട് സംശയം ചോദിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. ഇനി നിങ്ങൾക്ക് തയ്യൽ സംബന്ധമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി നോക്കിയോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുകയോ ചെയ്യുക. അപ്പം നമുക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അത് പറഞ്ഞു തരാവേ. നമ്മൾ നൈറ്റിയുടെ 2-3 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പാർട്ട് നമ്മൾ നാളെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിട്ടാൽ നിങ്ങൾക്കതെല്ലാം കിട്ടുമേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.